താൽക്കാലികമായി എം ഹസന് കൈമാറിയ KPCC അധ്യക്ഷ പദവി ഏറെ കഷ്ടപ്പെട്ട് കെ സുധാകരൻ തിരിച്ചുപിടിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വരുന്നത്. എം ഹസൻ നടത്താനിരുന്ന വാർത്താ സമ്മേളനവും ഒഴിവാക്കി. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് കെ സുധാകരന്റെ ചുമതല എം ഹസന് താൽക്കാലികമായി കൈമാറിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചുമതല തിരിച്ചു കൈമാറാൻ ഹസൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ചുമതലയേൽക്കാൻ KPCC ഓഫീസിലെത്തിയ കെ സുധാകരന് നാണം കെട്ട് മടങ്ങേണ്ടി വന്നു. വോട്ടെണ്ണൽ കഴിയും വരെ എം ഹസനെ ചുമതലയിൽ നിലനിർത്താൻ പലരും കളിച്ചു. UDF ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് കെ സുധാകരന് കിട്ടരുതെന്നുള്ള വാശിയായിരുന്നു ഇതിന് പിറകിൽ. VD സതീശനും KC വേണുഗോപാലുമെല്ലാം ഇതിന് പിന്നിലുണ്ടെന്ന് കെ സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നു. താൽക്കാലികമായി കൈമാറിയ ചുമതല തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണെന്ന നിലപാടിലായിരുന്നു കെ സുധാകരൻ. സുധാകരന്റെ നിലപാട് ഹൈക്കമാൻഡും അംഗീകരിച്ചു. സ്ഥാനം തിരിച്ചു കിട്ടുമെങ്കിലും സുധാകരൻ ഭംഗിയായി നാണം കെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം KPCC ഓഫീസിലെത്തി സ്ഥാനം കിട്ടാതെ ഇളഭ്യനായി മടങ്ങിയതിൻ്റെ വാശി കൂടിയായപ്പോഴാണ് ശക്തമായ നിലപാടിലേക്ക് കെ സുധാകരൻ മാറിയത്. സുധാകരന് പണി കൊടുക്കാൻ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കളിച്ചത്. സംസ്ഥാനത്ത് കോൺഗ്രസിന് നല്ല വിജയം കിട്ടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് കെ സുധാകരന് പോകാതിരിക്കണം എന്നുള്ള നിലപാടിലായിരുന്നു പലരും. എന്നാൽ താൽക്കാലികമായി കൈമാറിയ പദവി തിരിച്ചു നൽകണമെന്ന ഹൈക്കമാൻഡ് നിലപാട് സംസ്ഥാന നേതൃത്വത്തിനും അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ സുധാകരൻ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.